ഫ്രണ്ട്സ്, നമുക്കൊരു 10 വർഷം പുറകോട്ട് പോകാം. ഫ്ലാഷ് ബാക്ക്. അതായത് 2015 2015 ഒരു പുതുമുഖ സംവിധായകൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ പുറത്തിറങ്ങുന്നു. അത് നല്ല രീതിക്ക് തന്നെ കളക്ഷൻ നേടുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ കുഞ്ഞിരാമായണത്തെക്കുറിച്ചാണ്. ആദ്യ സിനിമ തന്നെ വൻ ഹിറ്റ് അടിച്ച ഒരു ഡയറക്ടറായി കഴിഞ്ഞിരുന്നു ബേസിൽ ജോസഫ്. പക്ഷേ ഈ ഹിറ്റ് അടിക്കുന്നതിന് മുമ്പ് ബേസിൽ ഒരു 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് 20 ലക്ഷത്തോളം ആൾക്കാർ കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബേസിൽ 2013 അജു വർഗീസിനെ വെച്ച് ഒരു ഷോർട്ട് ഫിലിം കൂടെ ഇറക്കുന്നു. അതും നല്ല രീതിക്ക് പബ്ലിസിറ്റി നേടുന്നു. ഈ 2 ഷോർട്ട് ഫിലിമുകളും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിലേക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് 2015 ഒരു എപ്പിക് എവർഗ്രീൻ മൂവി സംവിധാനം ചെയ്യുന്നു, അതായത് കുഞ്ഞിരാമായണം. ആ ടൈമിൽ ഇറങ്ങിയ ഹിറ്റ് സിനിമകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കുഞ്ഞിരാമായണം. ഇതിനുശേഷം ആൾക്കാർ ബേസിൽ ജോസഫിനെ അധികം ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് ബേസിൽ ഇറങ്ങിയ രണ്ടാമത്തെ മൂവിയായിരുന്നു ഗോദ. ആ സിനിമയും വേൾഡ് വൈഡായിട്ട് 20 കോടിയോളമാണ് കളക്ട് ചെയ്തിരുന്നത്. ഈ 2 സിനിമയിലൂടെ തന്നെയും ബേസിൽ ജോസഫ് എന്ന പുതുമുഖ സംവിധായകനെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈ ടൈമിലാണ് ബേസിൽ മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് ഹോളിവുഡിൽ ഇറങ്ങുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമ പോലെ മിന്നൽ മുരളി എന്ന സിനിമ ഇറക്കുന്നത്. എല്ലാ സൂപ്പർ ഹീറോ മൂവീസിലും കാണുന്ന പോലെ സെയിം കഥ തന്നെയായിരുന്നു. ഞാൻ സിനിമയുടെ പരമായിട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നില്ല. ബട്ട് ഇതുപോലൊരു സിനിമ മലയാള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. മലയാള സിനിമയിൽ ആകെ 2 പടങ്ങൾ മാത്രം ചെയ്ത എക്സ്പീരിയൻസിലാണ് ബേസിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ചെയ്ത് വൻ വിജയമാക്കി തീർന്നത്. ബേസിലിൻ്റെ മറ്റ് സിനിമകളെ പോലെ ഇത് തിയേറ്ററിലല്ലായിരുന്നു റിലീസ് ചെയ്തത്, OTTയിലായിരുന്നു റിലീസ്. പക്ഷേ മിന്നൽ മുരളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമായിരുന്നു. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ പടം 100 കോടി ക്ലബിൽ കയറുമെന്നതിൽ ഒരു സംശയവും വേണ്ടായിരുന്നു. ബേസിൽ ജോസഫ് പിന്നീട് സിനിമ അഭിനയത്തിലൂടെ വരുന്നത് 2013 ഇറങ്ങിയ മമ്മൂട്ടിയുടെ സൈലൻസ് എന്ന സിനിമയിലൂടെയായിരുന്നു. പക്ഷേ സിനിമ ഒരു വൻ ഫ്ലോപ്പ് ആയിരുന്നുവെന്ന് തന്നെ ബേസിൽ ജോസഫിനെ അത്രയ്ക്കാരും അറിഞ്ഞില്ല. പിന്നീട് അഭിനയിച്ചത് ഹോമിലി നീൽസ് എന്ന സിനിമയിലൂടെയായിരുന്നു. പക്ഷേ എടുത്തു പറയാനായിട്ടുള്ള വേഷമൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ബേസിൽ തന്നെ സംവിധാനം ചെയ്ത കുഞ്ഞിരാമായണത്തിലൂടെ ചെറിയ വേഷം ചെയ്ത് പിന്നീട് ചെയ്ത ഗോദ, മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ ചെറിയ വേഷങ്ങൾ ചെയ്തു. പിന്നീട് കുറച്ച് സിനിമകളിൽ സൈഡ് റോളുകൾ ചെയ്തു. പക്ഷേ ജാനേമൻ എന്ന സിനിമയിലൂടെയാണ് ഒരു നായകൻ എന്ന രീതിയിൽ തുടക്കം കുറിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ജയ 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 ഹേ, പാൽത്തു ജാൻവർ, ഗുരുവായൂർ അമ്പലനടയിൽ, ഫാലിമി, സൂക്ഷ്മദർശിനി, ഇപ്പോൾ ഇറങ്ങിയ പൊന്മാൻ, മരണമാസ്, പ്രാവിൻകൂട് ഷാപ്പ് വരെ നായകനായി അഭിനയിച്ച് തിളങ്ങി നിൽക്കുകയാണ് ബേസിൽ ജോസഫ്. ഇതിലൂടെ തന്നെ ബേസിൽ നല്ല രീതിക്ക് ശ്രദ്ധ പിടിച്ചു. അതുപോലെ തന്നെ ഔട്ട് ഓഫ് സിനിമ നോക്കുവാണെങ്കിലും ബേസിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള വ്യക്തിയാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി പുതിയ ട്രെൻഡ് കൊണ്ടുവരുന്നതും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ ഇതിനിടയിൽ വരുന്ന ഒരു സംസാരം എന്താണെന്ന് വെച്ചാൽ ബേസിലിനെ ജനപ്രിയ നായകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ വരട്ടെ എന്നാണ്. കാരണം ദിലീപേട്ടൻ ചെയ്തു വെച്ച സിനിമ ക്യാരക്ടറൊക്കെ എടുക്കുകയാണെങ്കിൽ ബേസിൽ അതിൻ്റെ 7 അയലത്ത് വരില്ല. ഇപ്പോൾ ദിലീപേട്ടനായിട്ട് നമുക്ക് ചുമ്മാ ബേസിലിനെ കമ്പയർ ചെയ്ത് നോക്കാം, അതും ക്യാരക്ടർ വൈസ്. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ 2004 ഇറങ്ങിയ റൺവേ എന്ന സിനിമയിൽ നമുക്ക് എടുക്കാം. അതായത് വാളുവാൻ ശിവം. ആ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടറൊക്കെ ബേസിൽ ജോസഫിനെ അടുപ്പിക്കാൻ പോലും പറ്റത്തില്ല. ദിലീപേട്ടൻ്റെ തന്നെ വേറെ സിനിമകൾ എടുക്കുവാണെങ്കിൽ തന്നെ മലയാളത്തിലിറങ്ങിയ ജോക്കർ, അതുപോലെ തന്നെ വെട്ടം, ചാന്തുപട്ട്, ഈ സിനിമകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ബേസിൽ ജോസഫിനെയും ദിലീപേട്ടനെയുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഒരിക്കലും ബേസിൽ ജോസഫിൻ്റെ അഭിനയം ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ചിലർ ബേസിൽ ജോസഫിനെ ജനപ്രിയ നായകൻ എന്നൊക്കെ അഭിപ്രായപ്പെടുന്നത് കൊണ്ടാണ് കമ്പയർ ചെയ്തത്. ബേസിൽ ജോസഫിൻ്റെ ഒരു ഐക്കോണിക് അഭിനയം ഇപ്പോഴും പുള്ളി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വരും കാലത്തിൽ ദിലീപേട്ടനെ പോലെ ജനപ്രിയ നായകനാവാൻ പറ്റില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആയേക്കാം. ഏതായാലും ബേസിൽ ജോസഫ് എന്ന ആക്ടറും നായകനും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ബൈ.